വസന്ത് തെങ്ങുംപള്ളി, നിങ്ങൾ പ്രതീക്ഷിച്ചതിനും അപ്പുറത്തെ കാര്യങ്ങൾ പോയിരിക്കുകയാണ്. SFIO ഒരിടത്തും എത്തുകയില്ല എന്നായിരുന്നുവല്ലോ കോൺഗ്രസിന്റെ വാദം. അതുകൊണ്ടാണല്ലോ നിങ്ങൾ വിജിലൻസ് അന്വേഷണം നടത്തി ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ മകളെ ജയിലിൽ അടച്ചേക്കാം എന്നുള്ള ഒരു പ്രയത്നവുമായിട്ട് വന്നതും മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കുമെന്നൊക്കെ ദിവാസ്വപ്നം കണ്ടതും. പക്ഷേ കേന്ദ്ര ഏജൻസി കൃത്യമായിട്ട് മുന്നോട്ട് പോയി വീണ വിജയനെ പ്രതിയാക്കുകയും ചെയ്തു. അല്ല, അതിൽ ഒരു പ്രശ്നം, ഒരു കാര്യത്തിന് ആദ്യം നമ്മുടെ ഇടതു പ്രതിനിധിക്ക് ചില ഉത്തരങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ശ്രീ മഞ്ജുഷ്, അദ്ദേഹം എന്താണ് പറഞ്ഞത്? PV പിണറായി വിജയൻ എന്ന് മാത്രമേ വായിക്കുകയുള്ളൂ, പത്മജ വേണുഗോപാൽ എന്ന് വായിക്കില്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ OC എന്നത് നാളെ തൊട്ട് ഉണ്ണിക്കുട്ടൻ ചേട്ടൻ എന്നങ്ങ് വായിച്ചു തുടങ്ങിക്കോ, അങ്ങനെ പ്രശ്നമില്ല. RC എന്നത് രമേശ് ചെന്നിത്തല എന്ന് വായിക്കണ്ട, രാധാകൃഷ്ണൻ ചേട്ടൻ എന്ന് വായിച്ചു തുടങ്ങി. ഇനി മറ്റൊരു കാര്യം, അദ്ദേഹം പറഞ്ഞെന്താ, SFIOയ്ക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് ചെയ്യാനുള്ളത്? കാരണം സ്വാഭാവികമായും പരാതിപ്പെടേണ്ടവർ പെറ്റീഷണർ സ്റ്റാറ്റസ് ഉള്ളവർ, കോടതി ഭാഷയിൽ പറഞ്ഞാൽ പെറ്റീഷണർ സ്റ്റാറ്റസ് ഉള്ളവർക്ക് പരാതിയില്ലല്ലോ. അങ്ങനെയല്ല ഡോക്ടർ ജയരാജ്. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പബ്ലിക് മണി ലൂട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പബ്ലിക് മണി 1 രൂപയാണെങ്കിൽ പോലും ലൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ പെറ്റീഷണർ സ്റ്റാറ്റസ് ഈ രാജ്യത്തെ, ഈ സംസ്ഥാനത്തെ 3.5 കോടി ജനതയ്ക്കുമുണ്ട് എന്ന് സുപ്രീം കോടതിയുടെ വിവിധ റൂളിങ്ങുകളുണ്ട്. നോക്കൂ, കരിമണൽ കർത്ത നിങ്ങളുടെ വീണ തൈക്കണ്ടിക്ക്, വീണ റിയാസിന്, വീണ വിജയന് അതിൽ ഏതെങ്കിലും ഒരു പേര് അംഗീകരിക്കുമല്ലോ. അവർക്ക് 1 രൂപയെങ്കിലും 1 രൂപ കൊടുത്തത് എന്തിനാണ് എന്ന് ചോദിക്കുമ്പോ ഏറ്റവും മിനിമം വീണ തൈക്കണ്ടിക്ക് SFIOയുടെ മുമ്പിൽ പോയി മൊഴി കൊടുക്കുമ്പോ നിങ്ങളുടെ ക്രിസ്റ്റൽ ക്ലിയർ സഖാവ് ബാലൻ സഖാവ് പറഞ്ഞതുപോലെ അത് ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കി തന്നതിനാണ് എന്നെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ, അങ്ങനെയെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ കേന്ദ്ര ഏജൻസിയും കേന്ദ്ര ഗവൺമെന്റുമായുള്ള നിങ്ങളുടെ സെറ്റിൽമെന്റുകളുടെ പുറത്ത് എഴുതി തള്ളേണ്ട കേസാണിത്. ഇപ്പോ മഞ്ജുഷ് ചോദിച്ചേ, ഞങ്ങളുടെ ആരോപണം പോലെ കേന്ദ്ര ഏജൻസി വന്ന വഴി പോയില്ലല്ലോ, അവർ പ്രതി ചേർത്തല്ലോ എന്ന്. എന്തുകൊണ്ടാ? ഇന്ന് ഗോകുലം ഗോപാലിനെ ED ചെന്നൈയിലേക്ക് വിളിപ്പിച്ചിരിക്കുക. ഇവിടെ നിന്ന് ഏതോ ഒരു RSS പ്രവർത്തകനോ BJP-കാരനോ ഒരു ഫോൺ വിളിച്ചാൽ ഗോകുലം ഗോപാലിനെ പോലെ ഒരാളെ നിമിഷത്തിനുള്ളിൽ പ്രതി ചേർത്ത് അന്വേഷണം ആരംഭിച്ച് അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് കയറി ചെല്ലാൻ മടിയില്ലാത്ത കേന്ദ്ര ഏജൻസി കഴിഞ്ഞ 6 മാസക്കാലം ഈ അന്വേഷണം വെച്ചുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യുകയായിരുന്നു? സെറ്റിൽമെന്റിന് ശ്രമിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ മടിക്കേണ്ടത്? പക്ഷെ അവർ അന്വേഷണം പൂർത്തിയാക്കിയിരുന്നു ശ്രീ വസന്ത് തെങ്ങുംപള്ളി. അവിടെ ഡൽഹി ഹൈക്കോടതിയുടെ ഒരു സാങ്കേതിക തടസ്സം, അതുകൊണ്ടാണ്. അവിടെ ഒരു ഹർജി കിടപ്പുണ്ടായിരുന്നുവല്ലോ, അത് തീർപ്പായിട്ടില്ല ഇതുവരെ. പക്ഷേ ആ സ്റ്റേ നീങ്ങിയതോടുകൂടി അവർ ഉടൻ തന്നെ കുറ്റപത്രം നൽകി. ഇന്നാണ് അവർ കുറ്റപത്രം നൽകിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സാങ്കേതിക തടസ്സമാണ്. ഇവർ അന്വേഷണം നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നതാണ് SFIO. അവർ ഏത് സമയത്തും ഈ കംപ്ലൈന്റ് SFIOയുടെ കുറ്റപത്രത്തെ അങ്ങനെയാണല്ലോ പറയുന്നത്, അത് കോടതിയിൽ നൽകാനിരുന്നതാണ്. രണ്ട്, ആ കാര്യവുമായി ബന്ധപ്പെട്ട് SFIOയുടെ പൊതു തീരുമാനം എന്താണ്? SFIOയുടെ ആക്ടിൽ തന്നെ പറയുന്നത് SFIOയ്ക്ക് ചെയ്യാൻ പറ്റുന്ന, അവരുടെ അന്വേഷണ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റുന്ന വിവിധ കാര്യങ്ങളുണ്ട്. ഒന്ന്, അവർക്ക് പ്രതി ചേർത്തവരെയും അവരുടെ അന്വേഷണ റിപ്പോർട്ടും അതാത് കോടതികളിൽ സമർപ്പിക്കാം. 2, കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റിനെ, കൺസേൺഡ് ഏജൻസിയെ ഡയറക്ട് ചെയ്യാം. സ്വാഭാവികമായും വീണ തൈക്കണ്ടിയിലേക്ക് ചെന്നിരിക്കുന്ന പണം ഈ CMRLലൂടെ ഈ കരിമണൽ കർത്തയ്ക്ക് ഏത് കാര്യം ചെയ്തു കൊടുത്തതിന്റെ ഉദ്ദിഷ്ട കാര്യത്തിന്റെ ഉപകാരസ്മരണയാണ് എന്ന് അന്വേഷിക്കാൻ വേണ്ടി EDയെയോ CBIയോ മറ്റേത് കേന്ദ്ര ഏജൻസിയും ഡയറക്ട് ചെയ്യാനുള്ള അധികാരം SFIOയ്ക്കുണ്ട്. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൽ യാതൊരുവിധ മണിയിലൂട്ടും ഉണ്ടായിട്ടില്ല. 1 രൂപയുടെ പിഴ മാത്രമേ വീണ തൈക്കണ്ടിക്ക് കോടതി വിധിക്കുന്നുള്ളൂ എന്നിരിക്കട്ടെ. ശ്രീ മഞ്ജുഷ്, കഴിഞ്ഞ കാലങ്ങളിൽ CPM-മായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2-3 വർഷത്തിനിടയിൽ നമ്മൾ 2 തവണയാണ് അവൈലബിൾ സെക്രട്ടേറിയറ്റ് ചേർന്നു എന്ന് കേട്ടത്. ഒന്ന്, കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മകനെതിരെ ഒരു ആരോപണം ഉയർന്നു വരുന്നു. ആ ആരോപണം ഉയർന്നു വന്നതിന്റെ 4ാമത്തെ മണിക്കൂറിൽ അവൈലബിൾ സെക്രട്ടേറിയറ്റ് ചേർന്ന അതേ കോടിയേരി ബാലകൃഷ്ണനെ കൊണ്ട് എന്റെ മകനെ ഞാൻ തള്ളിപ്പറയുന്നു, നിയമത്തിന്റെ ഒരു സാധ്യതകളിലൂടെയും അയാൾ മുമ്പോട്ട് പോകട്ടെ, പാർട്ടി അയാളെ സഹായിക്കില്ല എന്ന് പറയുകയും ഒരാഴ്ചക്കുള്ളിൽ രാജിവെപ്പിക്കുകയും ചെയ്ത അവൈലബിൾ സെക്രട്ടേറിയറ്റ് ഒന്ന്. ഇനി 2ാമത്തെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് ഏതാ? വീണ തൈക്കണ്ടിക്കെതിരെ, വീണ വിജയനെതിരെ, വീണ റിയാസിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് SFIO അന്വേഷണം പ്രഖ്യാപിച്ചതിന്റെ പിറ്റേ ദിവസം അവൈലബിൾ സെക്രട്ടേറിയറ്റ് ചേർന്ന് ഇന്നത്തെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ന്യായീകരണ ക്യാപ്സ്യൂളുമായി വന്നു. അപ്പൊ നിങ്ങളുടെ പാർട്ടിയിൽ ശ്രീ ജയരാജ് എന്താ ഇരട്ട നീതിയാണോ? ഈ കോടിയേരി ബാലകൃഷ്ണനെയും അദ്ദേഹത്തിന്റെ മക്കളെയും നിങ്ങൾ എന്താ തവിട് കൊടുത്ത് മേടിച്ചതാണോ? 2 കാര്യങ്ങളാണ് ഇതിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുക. ഒന്ന്, കോടിയേരിയെ പാർട്ടി നിർബന്ധിച്ചിട്ടില്ല, അദ്ദേഹം സ്വമേധയാ രാജിവെച്ചതാണ്. അങ്ങനെയാണെങ്കിൽ അത് അദ്ദേഹത്തിന്റെ മാന്യതയാണ്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മര്യാദയാണ്, ഞങ്ങൾ അംഗീകരിക്കുന്നു. ആ രാഷ്ട്രീയ മര്യാദ
പിണറായി വിജയനില്ല എന്ന് എല്ലാ കാര്യത്തിലും ധാർമ്മികത പറയുന്നയാളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏത് പ്രശ്നമുണ്ടാകുമ്പോഴും ആർക്കെതിരെ കേസുണ്ടായാലും ഉടൻ തന്നെ രാജിവെക്കുന്നതാണ് ധാർമ്മികമായി നല്ലത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നയാളാണ് പ്രതിപക്ഷത്തിരുന്നപ്പോൾ പിണറായി വിജയൻ. ആ പിണറായി വിജയൻ ഇപ്പോൾ മുഖ്യമന്ത്രി പദത്തിൽ തുടരുന്നത് ശരിയാണോ എന്നത് സ്വയം തീരുമാനിക്കുക. കാരണം എപ്പോഴും അദ്ദേഹം പറയാറുള്ള കാര്യമാണ് എൻ്റെ രണ്ട് കൈകളും ശുദ്ധമാണ് എന്ന്. നിയമസഭയിൽ ആ രണ്ട് കൈകളും ഉയർത്തിക്കാട്ടി അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെയൊരാളുടെ മകൾക്കെതിരെയാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസിയുടെ കുറ്റപത്രം വന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് ഈ ധാർമ്മികത സ്വയം അത് പ്രയോഗിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം. ശ്രീ